അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ദോഷമുണ്ടോ എന്ന ചോദ്യത്തിന് പണ്ഡിതൻ പറഞ്ഞ മറുപടി മൂന്നെണ്ണമാണ്. രണ്ട് കാര്യങ്ങൾ മുൻ ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി. ഒന്ന്, അല്ലാ യഷ്കുറ, ഈമാൻ കിട്ടിയതിൻ്റെ പേരിൽ ശുക്റില്ലാതിരിക്കുക. അതിൻ്റെ അടയാളവും നാം ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രണ്ടാമത്തത്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമില്ലാതിരിക്കുക. അതിൻ്റെ അടയാളങ്ങളും ആ വിഷയം പറഞ്ഞപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. മൂന്നാമതായി പണ്ഡിതൻ പറയുന്നത് അൻ യദ്ലിമ അഹ്ലൽ ഇസ്ലാം, ഇസ്ലാം ഈമാനിൻ്റെ അഹ്ലുകാരെ ഉപദ്രവിക്കുക, ഈമാന്റെ അഹ്ലുകാരെ വിഷമിപ്പിക്കുക. ഈമാൻ നഷ്ടപ്പെടാനുള്ള ദോഷമായി കൊണ്ട് പറയുന്ന കാര്യമാണ്. ബഹുമാനികളെ, പലപ്പോഴും നമ്മുടെ സംസാരങ്ങളും സമീപനങ്ങളും മറ്റുള്ളവർക്ക് എന്ത് വിഷമം ഉണ്ടാക്കുന്നു എന്ന് നാം പരിഗണിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്നാണ് മഹാനായ പണ്ഡിതൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള എല്ലാ മനുഷ്യരും ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരാകണം. മറ്റുള്ളവർ ഇവന്റെ കയ്യിന്റെയും നാവിന്റെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ആകുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് മാറുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ നമ്മുടെ കയ്യിൻ്റെയും നാവിൻ്റെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടവരായി തീരുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു മുസ്ലിമായിട്ട് മാറുന്നതെന്ന ബഹുമാനികളെ, ഈ വിഷയങ്ങളൊക്കെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നത്, അത് മനഃപൂർവ്വമാകട്ടെ അല്ലാതെയാകട്ടെ, ഉണ്ടാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും വലിയ നഷ്ടം ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാന്റെ വക്താക്കളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.